ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, രണ്ടാമത്തെ പൊട്ടത്തരം എന്താ ഓലി പറയുന്നത്? രണ്ടാമതുള്ള പൊട്ടത്തരോ, ഈ അല്ലാഹു തആലാക്ക് കഴിവില്ല എന്നല്ലേ പറഞ്ഞത് മുശ്രിക്കീങ്ങൾ? കഴിവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സിഫത്തിനെ നിഷേധിക്കലല്ലേ? സിഫത്തിനെ നിഷേധിച്ചാൽ അങ്ങനെ ശിർക്കാവുക, കുഫ്റല്ലാതെ. അതുകൊണ്ട് പേരോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല, പേരോടൊന്ന് എനിക്ക് അടുത്ത വരയിൽ മനസ്സിലാക്കി തരണോന്ന് ആര് പറയുന്നു? സെലഫിന്റെ അപേക്ഷ. അയാൾ വളരെ ദൂരെ നിന്ന് വന്നിട്ട്, ഷാർജയിൽ നിന്ന് വന്നിട്ട്, നാദാപുരത്ത് വന്നിട്ട് നമ്മളോട് അങ്ങനെ ഒരു അപേക്ഷ നടത്തിയാൽ നമ്മളങ്ങനെ തള്ളാൻ പറ്റുമോ? നമ്മൾ മുജാഹിദീങ്ങൾ അപേക്ഷിച്ചാലും അങ്ങനെ തള്ളൂലട്ടോ, നമ്മൾ അവരെ അപേക്ഷ സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും ഇവിടെ കുറെ പേര് പറയുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ മൗലവിക്ക് അത് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ആദ്യം ഒന്നും മൗലവി എന്റെ പൊട്ടത്തരമൊന്നും പറഞ്ഞിട്ട് അയാളെ വിവരം പറയുന്നു കേട്ടോളി. മൂപ്പര് പറഞ്ഞ വാദമാണ്, അത് തന്നെ ശിർക്കാണ്. അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല ഒരു വിശ്വാസം, അത് തന്നെ ശിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് കഴിവില്ല എന്നാ വിശ്വാസം. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയൂല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശിർക്കാകാം? അത് എനിക്ക് മനസ്സിലായിട്ടില്ല. പേരോട് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. പേരോട് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞാൽ തിരക്കില്ല, മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മൗലവി മനസ്സിലാക്കിക്കോ കേട്ടോ. വലംബി അന്നശ്ശിർകവത്തീലബുദ് കനാഹുമാലാശക്ക മുസ്തഹിബാനി. അർത്ഥം വെക്കട്ടെ, വയലം മനസ്സിലാക്കണം. ഞാൻ കിതാബ് നോക്കിയിട്ട് പറയുന്ന ഇതിന്റെ അർത്ഥം കേൾക്കണ്ടേ? വയലം മനസ്സിലാക്കണമല്ലോ. ബി അന്ന ശിർക, ശിർക്ക് വത്തഅതീല, അള്ളാന്റെ സിഫത്തിനെ നിഷേധിക്കലും. അള്ളാഹ് കഴിവുള്ളവനാണ് എന്നുള്ളത് അള്ളാന്റെ സിഫത്താണ്. ആ സിഫത്തിനെ നിഷേധിക്കലും. മുദ് കനാഹുമാ ലാ ശക്ക മുസ്തഹിബാനി, അത് രണ്ടും ഒരേ സമയത്ത് സഹവസിച്ച് വരുന്ന കാര്യമാണ്. അബദൻ, എപ്പോഴും. അബദൻ ഫകുല്ലു മുഅത്തിലിൻ ഹുവ മുശ്രികു ഹതിമൻ വഹാദാ വാളിഹു തിബിയാനി. അബദൻ, എപ്പോഴും. ഫകുല്ലു മുഅത്തിലിൻ, അപ്പോൾ ഏത് സിഫത്തിനെ നിഷേധിക്കുന്ന ഏതൊരാളും ഹുവ മുശ്രികുൻ, അവൻ ശിർക്ക് ചെയ്തവനാണ്. ഹത്മൻ, നിർബന്ധമായും. പക്ഷേ വഹാദാ വാളിഹു തിബിയാനി, ഇത് ഏത് പൊട്ടന്മാർക്കും മനസ്സിലാകുന്നതാണ്. ഇങ്ങനെ ഹാദാ വാളിഹു തിബിയാനി, ഇത് ആർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. എന്നിട്ട് പിന്നെയും പറയുന്നു കേട്ടോ, വിശദീകരിച്ചിട്ട്, ഫമുഅത്തിലുൽ ഔസാഫി ദാക മുഅത്തിലുത് തൗഹീദി ഹഖൻ ദാനി തഅതീലാനി. ഫമുഅത്തിലുൽ ഔസാഫി, അല്ലാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവൻ. ദാക മുഅത്തിലുത് തൗഹീദി, അവൻ തൗഹീദ് നിഷേധിക്കുന്നവനാണ്. തൗഹീദ് നിഷേധിക്കുന്നവനാണ് ശിർക്ക് ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. മൗലവി അടിച്ചോ, ഹഖൻ, അതിലൊരു തർക്കവുമില്ല, സത്യമായും. ദാനി തഅതീലാനി, അത് രണ്ടും നിഷേധമാണ്. തൗഹീദ് നിഷേധം, വസ്ഫ് നിഷേധം. ഇനിയും കേട്ടോ മൗലവി, അവസാനം പറയുന്നു, ഫമുഅത്തിലുൽ ഔസാഫി ദൂ ശിർകിൻ കദാ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി. ഫമുഅത്തിലുൽ ഔസാഫി, അപ്പോൾ സിഫത്തിനെ നിഷേധിക്കുന്നവൻ. ദൂ ശിർകിൻ, അവൻ ശിർക്കുകാരനാണ്. കേട്ടോ മൗലവി, മനസ്സിലാകുന്നുണ്ടോ സലഫി? മനസ്സിലാകുന്നുണ്ടോ സലഫി? ഫമുഅത്തിലുൽ ഔസാഫി ദൂ ശിർകിൻ കദാ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി. സിഫത്തുകളെ നിഷേധിക്കുന്നവൻ ദൂ ശിർകിൻ, ശിർക്കുകാരനാണ്. കദാ, അപ്പോൾ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി, അവൻ റഹ്മാനായ റബ്ബിനെ അതാ നിഷേധിക്കുന്നവനാണ്. ഔ ബഅദി ഔസാഫിൽ കമാലി ലഹു ഫഹഖിഖ് വലാ തുസിരി ഇലാ നുക്റാനി. ഔ ബഅദി ഔസാഫിൽ കമാലി,
അള്ളാഹുവിന്റെ പരിപൂർണതയുടെ വിശേഷണങ്ങൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവൻ ശിർക്കുകാരനാണ്. ഇത് ശരിക്ക് മനസ്സിലാക്കി വെച്ചോ. വലാ തുസിരിഉ ഇലൻ നുക്റാനി, അറിവില്ലാതെ ഒരു ചുക്കും പഠിക്കാതെ നിഷേധിക്കാൻ പോകണ്ട. ഓ സലഫി, ഇതാരതാ കിതാബ്? നിങ്ങളെ മൗലൈമാരോട് പോയി ചോദിക്കുന്നത്. അർത്ഥം പറഞ്ഞുതരാ ഇപ്പൊ തൽക്കാലം. എനിക്ക് അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കിതാബ് നോക്കി വായിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേതാ കിതാബ്? പഠിക്കണമെങ്കിൽ സിറാജുൽ ഹുദയിൽ വന്നോ മൗലവി.